3 കോടി നൽകിയാൽ മന്ത്രിയാകാം. നമ്മുടെ ഇവിടുത്തെ ഒരു MLA-ക്ക് വന്നൊരു ഫോൺ കോൾ സന്ദേശമാണ് കേട്ടോ. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനാണ് ഫോണിൽ ഇങ്ങനെ ഒരു വ്യാജ വാഗ്ദാനം വന്നത്. വയനാട് MP-യുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ഫോൺ കോൾ വന്നത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ എന്നാണ് ഈ ഒരു ഫോൺ കോൾ വന്നത്? 3 കോടി നൽകിയാൽ മന്ത്രിയാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അതും വയനാട് MP-യുടെ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്തായാലും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. എങ്ങനെയായിരുന്നു ബാക്കി കാര്യങ്ങൾ? പരാതി നൽകിയിട്ടില്ലേ? പൂജ, ഗുഡ് മോർണിംഗ്. ഈ മാസം ജൂലൈ 6-നാണ് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ ഇത്തരം ഒരു ഫോൺ കോൾ വന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നാണെന്ന് പറഞ്ഞാണ്, ഡൽഹിയിൽ നിന്നല്ല, വയനാട് MP-യുടെ ഡൽഹിയിലെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ഈ ഫോൺ കോൾ വന്നത്. രാജ്കുമാർ എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയത്. സംസ്ഥാനത്തെ മന്ത്രിസഭ പുനഃസംഘടന അധികം വൈകാതെ ഉടൻ ഉണ്ടാകും. അതിൽ മന്ത്രിയാക്കാൻ വേണ്ടി ഒരു വാഗ്ദാനമാണ് നൽകിയത്. 3 കോടി രൂപ നൽകിയാൽ അങ്ങനെ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ മന്ത്രിയാകാമെന്നാണ് ഈ ഫോൺ കോൾ ഉണ്ടായത്. അങ്ങനെ ആ ഫോൺ കോൾ വന്നു. വിദ്യാ ബാലകൃഷ്ണൻ അത് താൻ നൽകാം എന്നുള്ളൊരു വിദ്യക്ക് ആദ്യം തന്നെ അമ്പരപ്പുണ്ടായി. ഈ രീതിയിൽ ഇങ്ങനെ പണം വാഗ്ദാനം ചെയ്ത് മന്ത്രി പദവി നൽകുന്ന ഒരു ഫോൺ കോൾ വന്നതിൽ അമ്പരപ്പുണ്ടായി. പക്ഷേ പിന്നീട് താൻ നൽകാമെന്ന് പറഞ്ഞ് വിദ്യക്ക് അത് മനസ്സിലായി, ഇത് എവിടെയോ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് മനസ്സിലായി. താൻ നൽകാമെന്ന് പറഞ്ഞ് വിദ്യ അങ്ങനെ ഫോൺ വെക്കുകയുണ്ടായത്. ഉടൻ തന്നെ വിദ്യ കോഴിക്കോട്ടുള്ള ഒരു MP-യിൽ നിന്നാണ്, തനിക്ക് പരിചയമില്ലെങ്കിൽ കോഴിക്കോട്ടുകാരനായ ഒരു കോഴിക്കോട്ടെ MP-യിൽ നിന്നാണ് ഈ ഫോൺ നമ്പർ വാങ്ങിയത് എന്ന് ഈ രാജ്കുമാർ പറയുകയും ചെയ്തു. ഈ ഫോൺ ഡൽഹിയിൽ നിന്നും ഫോൺ വിളിച്ച ആൾ പറയുകയും ചെയ്തു. അങ്ങനെ കോഴിക്കോട്ടെ ഒരു MP-യുമായി അവർ വിദ്യാ ബാലകൃഷ്ണൻ ബന്ധപ്പെട്ടു. അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വയനാട് MP-യുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് തന്നെ ഒരാൾ വിളിച്ചിരുന്നു. AICC ആസ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരാൾ വിളിച്ചിരുന്നു എന്ന് MP വിദ്യാ ബാലകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്. ഫോൺ നമ്പറൊക്കെ നൽകിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഇത്. പക്ഷേ പിന്നീട് വിദ്യക്ക് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും അധികം വൈകാതെ കോഴിക്കോട് സൈബർ സെല്ലിന് വിദ്യ ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. സൈബർ സെൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ്. ശരി ഷഹീദ്, എന്തായാലും അന്വേഷണത്തിലേക്ക് പോവുകയാണ്.